ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത്. അപ്പതേ സുബില് കോഫി ആയിട്ട് ഈ കാണുന്ന പയ്യന്മാരൊക്കെ നമ്മളെ ജൂനിയേഴ്സ് ആണ്. കോഫിക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ കോഫി ഒക്കെ കുടിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അതായത് ഇനി രാത്രി 7 മണി വരെ ഇനിയും നമുക്ക് ക്ലാസ് ഉണ്ടെന്നേ. എല്ലാ ബാച്ചിലെ പിള്ളേരും ഏകദേശം ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചുറ്റിക്കറങ്ങി ഇരുന്നോണ്ടിരുന്നപ്പോഴേ നമ്മുടെ ബീഹാരി സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ കേരളത്തിൽ വരും. അത് കഴിഞ്ഞ് കോഫിയൊക്കെ കൊണ്ടുവന്ന ആള് തന്നെ കപ്പൊക്കെ കളക്ട് ചെയ്തോണ്ട് പോയേ. അപ്പോഴേക്കും അവിടെ ഒരു ബ്രെഡ് ഓംലേറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാന്ന് എഴുതി. മിസ് വരാൻ ടൈം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇത് അമൽ മോഹൻ എത്തിയത്. അവൻ എന്തോ സൂത്രങ്ങളൊക്കെ ആയിട്ടാണ് വന്നേ. ഇതെന്തുവാ? അപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ? അവൻ പറയുന്നത് കേട്ട് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് നമുക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി അത് പേപ്പർ സോപ്പാന്ന്. പിന്നെ അവൻ പറഞ്ഞതല്ലേന്ന് എഴുതി ഇട്ട് നോക്കിയതാണ്. അവന്റെ ഐഡിയ ഫ്ലോപ്പ് ആയപ്പോ അവൻ തന്നെ പറയുന്നത് കേട്ട് നോക്ക്. നമ്മളെ കടക്കാരൻ ചതിച്ചതാണ്, നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാണ്. അപ്പൊ ബൈയൊക്കെ പറഞ്ഞു പോവല്ല. മിസ് ഇതേ വരുന്നതേ ഉള്ളു കേട്ടോ. നമുക്ക് ഇനി 3 ദിവസത്തേക്കൂടെ ക്ലാസ് കൂടെ മതി കേട്ടോ, നമ്മളെ വോൾ സിലബസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് പോവാട്ടോ. ബസ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ്. അത്യാവശ്യം ചെറിയ രീതിക്ക് ബ്ലോക്ക് ഒക്കെ ആയിരുന്നേ നമ്മൾ പോകുന്നതായിരിക്കും. ബട്ട് ആക്ച്വലി നോക്കിയ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വരാൻ കുറച്ച് ദൂരേ ഉള്ളേ. പിന്നെതാ ഇപ്പൊ എക്സാംസ് ഒക്കെ അടുത്തെത്തിയോണ്ടാണ് റെഗുലർ ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തി നേരെ പഞ്ചൊക്കെ ചെയ്യാനേ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. സോ ബൈ.